അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ കിച്ചീസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വറുത്തരച്ച കോഴിക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് ഈ കോഴിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓഡിയോ ജംഗിൾ. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു കുക്കർ നന്നായിട്ട് ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് ചേർക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 6 സവാള ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 4 പച്ചമുളക് നെടുകെ കീറി ഇട്ട് കൊടുക്കുക. പിന്നെ 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി 2 എണ്ണം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഞാനിത് വിസിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിത് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് 2 വിസിൽ വെക്കുന്നത്. അപ്പോൾ സവാള നന്നായിട്ട് വാടിക്കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ല, നേരെ ഇങ്ങനെ വഴറ്റിയെടുക്കാൻ പറ്റുന്നുള്ളവർ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ആദ്യം സവാളയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് വഴറ്റിയതിന് ശേഷം തക്കാളിയൊക്കെ ചേർത്താൽ മതി. ഞാൻ എന്തായാലും 2 വിസിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുക്കർ നമ്മൾ വിസിൽ മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ ആദ്യം സവാളയും തക്കാളിയൊക്കെ വിസിൽ വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇനി ആ ടൈം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു 2 ടീസ്പൂൺ കുരുമുളക് നന്നായിട്ട് വറുക്കാം. എന്നിട്ട് അതിൽ ഒരു അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ഉള്ളി ഒരു 8ഓ 10ഓ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നല്ലപോലെ മൊരിച്ച് വറുത്തെടുക്കണം. എന്നിട്ട് വറുത്തെടുത്തതിന് ശേഷം അത് ഓഫ് ചെയ്യുക. എന്നിട്ട് ആ ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ നാളികേരം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് ഫ്ലെയിം നന്നായി കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഒന്നുകൂടി വറുത്തെടുക്കാം. നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റാം.
നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അരപ്പൊക്കെ ഒന്ന് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 വിസിലും കൂടെ വെക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വേണമെങ്കിൽ മാത്രം ഒരു 1/4 കപ്പ് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തു. നമ്മൾ കുക്കറിൻ്റെ വിസിലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഈ അരപ്പ് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. അതിനുശേഷം ഫ്ലെയിം കുറച്ച് നേരം കൂടെ വെച്ചതിന് ശേഷം നമുക്കിത് ഇറക്കി വെക്കാം. പിന്നെ ഈ കറി പെട്ടെന്ന് വറ്റും കേട്ടോ. ഈ കറി കാരണം അരപ്പ് ചേർത്തത് കൊണ്ട് പെട്ടെന്ന് ഇതിൻ്റെ ചാറൊക്കെ പെട്ടെന്ന് വറ്റും. കുറച്ച് നേരം നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം നോക്കിയിട്ടുണ്ടെങ്കിൽ ചാറൊന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം വെക്കാനായിട്ട്.
നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ഇപ്പോൾ അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.